അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ, അങ്ങ് വാഗ്ദാനം ചെയ്ത രക്ഷയും അങ്ങയുടെ കരുണയും എന്നിൽ ചൊരിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് വാഗ്ദാനം ചെയ്ത രക്ഷയും അങ്ങയുടെ കരുണയും എന്നിൽ ചൊരിയണമേ. അങ്ങയുടെ വചനത്തെ ഞാൻ ആശ്രയിച്ചതുകൊണ്ട് എന്റെ നിന്ദകർക്ക് ഞാൻ മറുപടി നൽകും. അങ്ങയുടെ ന്യായവിധികൾ ഞാൻ കാത്തിരിക്കുന്നു. സത്യവചനം എന്റെ അധരത്തിൽ നിന്ന് മാറ്റിക്കളയരുതേ. അങ്ങയുടെ പ്രമാണം ഞാൻ എന്നും പാലിക്കും. ദിവ്യകൽപ്പനകൾ ഇഷ്ടപ്പെടുന്നതിനാൽ സ്വസ്ഥതയോടെ ഞാൻ വ്യാപരിക്കും. ഭരണാധികാരികളുടെ മുൻപില് ഞാൻ നീതിപൂർവ്വം സംസാരിക്കും. ഞാൻ ലജ്ജിക്കുകയില്ല. അങ്ങയുടെ പ്രമാണങ്ങൾ എനിക്ക് പ്രിയങ്കരമാകുന്നു. ഞാനവ ധ്യാനിക്കുന്നു. അങ്ങയുടെ കൽപ്പനകൾ ഞാൻ ഇഷ്ടപ്പെടുന്നതിനാൽ അവയിലേക്ക് ഞാൻ കരങ്ങൾ ഉയർത്തുന്നു. പ്രമാണങ്ങൾ ഞാൻ വിചിന്തനം ചെയ്യും. അങ്ങയുടെ വിശ്വസ്തതയാൽ ഞാൻ മഹത്വം പ്രാപിക്കും. കർത്താവേ, അങ്ങയുടെ ദാസനോട് അരുളി ചെയ്ത വചനം ഓർക്കണമേ. അങ്ങയുടെ വചനം എനിക്ക് ജീവൻ നൽകിയതിനാൽ എന്റെ താഴ്മയിൽ ഞാൻ സമാശ്വസിക്കുന്നു. അക്രമികൾ എന്നെ ഞെരുക്കിയെങ്കിലും അങ്ങയുടെ നിയമത്തിൽ നിന്ന് ഞാൻ അകന്നില്ല. ആദ്യം മുതലെയുള്ള അങ്ങയുടെ വിധികൾ കർത്താവേ ഞാൻ അനുസ്മരിക്കുന്നു. അവയിൽ ഞാൻ സമാശ്വസിക്കുന്നു. എനിക്ക് അവ ശിക്ഷണം നൽകുന്നു. പാപികൾ നിയമം പരിധിച്ചിരിക്കുന്നു. അത് എന്നെ ദുഃഖിതനാക്കുന്നു. പ്രവാസഗേഹത്തിലെ എന്റെ മധുരഗീതം അങ്ങയുടെ പ്രമാണങ്ങളാണ്. ആദ്യം മുതലെയുള്ള അങ്ങയുടെ വിധികൾ കർത്താവേ ഞാൻ അനുസ്മരിക്കുന്നു. അവയിൽ ഞാൻ സമാശ്വസിക്കുന്നു. എനിക്ക് അവ ശിക്ഷണം നൽകുന്നു. പാപികൾ നിയമം പരിധിച്ചിരിക്കുന്നു.
കൃപാസദേഹത്തിലെ എൻ്റെ മധുരഗീതം അങ്ങയുടെ പ്രമാണങ്ങളാണ്. കർത്താവേ, രാത്രി ഞാൻ തിരുനാമം ഓർക്കുന്നു, അങ്ങയുടെ കൽപ്പന ഞാൻ പാലിക്കുന്നു. പ്രമാണങ്ങളെല്ലാം ഞാൻ കാത്തതിനാൽ അങ്ങ് എന്നെ ആശ്വസിപ്പിച്ചു. കർത്താവേ, അങ്ങാണ് എൻ്റെ ഓഹരി, കൽപ്പന കാക്കാൻ ഞാനത് ധ്യാനിക്കുന്നു. അങ്ങയുടെ വചനം ഞാൻ ഹൃദയപൂർവ്വം കാത്തിരിക്കുന്നു. അങ്ങയുടെ വാക്കനുസരിച്ച് എന്നെ ജീവിപ്പിക്കണമേ. അങ്ങയുടെ മാർഗം ഞാൻ ധ്യാന വിഷയമാക്കി, അങ്ങയുടെ വഴികളിൽ ഞാൻ കാലുകളൂന്നി. അങ്ങയുടെ പ്രമാണങ്ങൾ പാലിക്കുന്നതിന് ഒട്ടും വൈകാതെ ഞാൻ സന്നദ്ധനായിരിക്കുന്നു. അധർമ്മികളുടെ കുരുക്കുകൾ എന്നെ ചുറ്റിയെങ്കിലും നിയമത്തിൽ നിന്ന് ഞാൻ പിന്മാറിയില്ല. നീതിവിധികളെ പ്രതി അങ്ങയെ സ്തുതിക്കാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേറ്റു. അങ്ങേ ഭയപ്പെടുന്നവർക്കും നിയമം പാലിക്കുന്നവർക്കും ഞാനെന്നും സ്നേഹിതനാകുന്നു. ഭൂതലം അങ്ങയുടെ കാരുണ്യത്താൽ നിറഞ്ഞിരിക്കുന്നു. അങ്ങയുടെ പ്രമാണങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. കർത്താവേ, അങ്ങയുടെ വാഗ്ദാനമനുസരിച്ച് ഈ ദാസന് നന്മ ചെയ്യണമേ. വിവേകവും ജ്ഞാനവും നന്മയും എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ കൽപ്പനകളെ ഞാൻ വിശ്വസിക്കുന്നു. താഴ്ത്തപ്പെടുന്നതിന് മുമ്പേ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുകയും അങ്ങയുടെ വചനം പാലിക്കുകയും ചെയ്യുന്നു. കർത്താവേ, അങ്ങ് നല്ലവനും നന്മ ചെയ്യുന്നവനുമാകുന്നു. അങ്ങയുടെ കൽപ്പനകൾ എന്നെ പഠിപ്പിക്കണമേ. അഹങ്കാരികളുടെ ദുഷ്ടത വർദ്ധിച്ചെങ്കിലും പ്രമാണങ്ങൾ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ പാലിച്ചു. അവർ കഠിനഹൃദയരായി തീർന്നു. ഞാനോ അങ്ങയുടെ നിയമം അനുസരിച്ചു. ഇടപെടുത്തൽ എനിക്ക് ഉപകരിച്ചു. അതുമൂലം അങ്ങയുടെ പ്രമാണങ്ങൾ ഞാൻ അഭ്യസിച്ചു. ആയിരക്കണക്കിന് പൊൻവെള്ളി നാണയങ്ങളെക്കാൾ അങ്ങയുടെ നിയമം എനിക്ക് അഭികാമ്യമാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. യൂദായിന്റെ രാജാവാണ്, മോവാബ് എന്റെ പാദക്ഷാളന പാത്രമാണ്. ഏദോമിനെതിരെ ഞാൻ പാതുകമഴിക്കും, ഫിലിസ്ത്യർക്കെതിരെ ഞാൻ ആക്രോശിക്കും. ഏദോം വരെ ആര് എന്നെ കൊണ്ടുപോകും? സുശക്തമായ നഗരത്തിലേക്ക് ആരെന്നെ നയിക്കും? ദൈവമേ, അങ്ങ് ഞങ്ങളെ മറന്നു കളഞ്ഞുവോ? ഞങ്ങളുടെ സൈന്യത്തോടൊത്ത് നീങ്ങുന്നില്ലയോ? ശത്രുവഹന്ത നിറഞ്ഞവനായി തിന്മകൾ അനവധി ചെയ്യുന്നു. എന്നാത്മാവേ, ഉണരൂ, നീ തിരുസന്നിധിയിൽ യാചിക്കൂ. കർത്താവേ, നിൻ കരുണയെഴും ചിറകിൻ കീഴിൽ കാക്കണമേ. വിദൂര ദിക്കുകളിൽ നിന്നു ഞാൻ നിന്നെ വിളിച്ചു. പറുദീസായിൽ ദൈവത്തിൻ തിരുസന്നിധിയിൽ പാർത്തു നീ. ദുഷ്ടപിശാചിൻ ചതിയാൽ നീ ഏദനിൽ നിന്നു പുറത്തായി. നൂതനമാകും പറുദീസ നാഥനൊരുക്കി വിളിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മർത്യകുലത്തിൻ ശത്രുവിധ നാശമണയ്ക്കാനണയുന്നു. അവരുടെ കെണിയിൽ വീഴാതെ നന്മയിലെന്നും മുന്നേറൂ. കരുണയൊഴുക്കാൻ അനവരതം മിശിഹാനാഥനോടർത്ഥിക്കൂ. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ.
കരുണാമയനാം കർത്താവേ. ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ, സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ, ഒരുമയോടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവേ ശോമിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ, ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്നേഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയരും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊളോസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ദൈവഹിതമനുസരിച്ച് യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ പൗലോസും സഹോദരനായ തിമോത്തിയോസും കൂടെ ക്രിസ്തുവിൽ വിശുദ്ധരും വിശ്വാസികളുമായ കൊളോസോസിലെ സഹോദരർക്ക് എഴുതുന്നത്. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് നന്ദി പറയുന്നു. എന്തെന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി നിക്ഷിപ്തമായിരിക്കുന്ന പ്രത്യാശ മൂലം യേശുക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തെക്കുറിച്ചും നിങ്ങൾക്ക് എല്ലാ വിശുദ്ധരോടുമുള്ള സ്നേഹത്തെക്കുറിച്ചും ഞങ്ങൾ കേട്ടിരിക്കുന്നു. നിങ്ങളോട് അറിയിക്കപ്പെട്ട സുവിശേഷ സത്യത്തിൻ്റെ വചനത്തിൽ നിന്ന് ഈ പ്രത്യാശയെക്കുറിച്ച് മുൻപ് തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾ സുവിശേഷം ശ്രവിക്കുകയും സത്യത്തിൽ ദൈവത്തിൻ്റെ കൃപ പൂർണ്ണമായി മനസ്സിലാക്കുകയും ചെയ്ത നാൾ മുതൽ ലോകത്തിൽ എല്ലായിടത്തും എന്ന പോലെ നിങ്ങളുടെ ഇടയിലും അത് വളരുകയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹശുശ്രൂഷകൻ എപ്പഫ്രാസിൽ നിന്നാണല്ലോ നിങ്ങൾ ഇത് ഗ്രഹിച്ചത്. നിങ്ങൾക്ക് വേണ്ടിയുള്ള ക്രിസ്തുവിൻ്റെ വിശ്വസ്തനായ ശുശ്രൂഷകനാണ് അവൻ. ആത്മാവിലുള്ള നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് അവൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സർവശക്തനും നിത്യനും ഉന്നതങ്ങളിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തന്നെ സ്നേഹിക്കുന്നവർക്കായ എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹാം വഴി വാഗ്ദാനം ചെയ്യുകയും തന്റെ പ്രിയപുത്രനിലൂടെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തിന്മയുടെ ഇരുളിൽ കഴിയുന്നവരെല്ലാം സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഏകസൃഷ്ടാവും സൃഷ്ടികളുടെ എല്ലാം പരിപാലകനും ഉജ്ജ്വല പ്രകാശത്തിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെ നല്ലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ്
ലിയോ പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായെ, ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പൊലീത്തായെ, ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാറ്റിനെയും കൃപാപൂർവ്വം ഭരിക്കുന്ന കാരുണ്യവാനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗത്തെ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായെ, നിന്റെ രണ്ടാമത്തെ വരവിൽ ഞങ്ങളെ വിജയശ്രീലാളിതരാക്കുകയും നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് ശാന്തി പ്രദാനം ചെയ്യുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്ക്